ഹലോ, ഞാൻ സുനി സജി രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ആഘോഷങ്ങളുണ്ടാകട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ബ്യൂട്ടി പാർലർക്ക് കുടുംബങ്ങളിൽ ആഘോഷവും സന്തോഷമൊക്കെ ഉണ്ടെങ്കിലല്ലേ തുണിയെടുക്കാനും ബ്യൂട്ടി പാർലറിൽ വരാനും തയ്പ്പിക്കാനും എല്ലാം നടക്കുള്ളൂ. അതാണ് പറയണത്. ആർക്ക് അനുഗ്രഹം ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ദൈവം അനുഗ്രഹിക്കണം, നമുക്കത് അനുഭവിക്കാൻ കൂടിയാണ്. ഒരാൾക്ക് പാട്ട് പാടാൻ കഴിവ് കൊടുത്തത് അയാളാണോ കേട്ടുകൊണ്ടിരിക്കണേ? ആ പാട്ടിൻ്റെ ഇതും കൊണ്ട് നമ്മൾ എന്തുമാത്രം കേട്ട് ആസ്വദിക്കണം ആ പാട്ടൊക്കെ. അതുപോലെയാണ് മറ്റുള്ളവർക്ക് കൊടുത്തേക്കണ ബുദ്ധി കൊടുക്കുമ്പോൾ. ഒരു ഡോക്ടർക്ക് നല്ല കഴിവ് കൊടുക്കുമ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ ആ ഡോക്ടർ ചികിത്സിക്കുമ്പോൾ നമ്മുടെ അസുഖം മാറണില്ലേ? അങ്ങനെ ദൈവം ഓരോരുത്തരിലും വസിച്ച് അവരെ ഭൂമിക്ക് അനുഗ്രഹമാക്കും. അപ്പം നമുക്ക് ആർക്ക് അനുഗ്രഹം, ദോഷം എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമുക്ക് ആ കഷ്ടപ്പാടാട്ടോ. ആർക്കും അത് കാരണം ദോഷം വരാൻ നമ്മൾ ഓർക്കരുത്. ആർക്ക് അനുഗ്രഹം കാര്യം നമുക്ക് ഓർക്കുന്നത്. നമ്മുടെ അയൽക്കാരൻ ഇപ്പം ഇങ്ങനെ തമാശയായിട്ട് പറയില്ലേ, വേറെ ഇപ്പം ഇന്ത്യയിലെ ഏതെങ്കിലും പ്രസിഡന്റുമാരുണ്ടായാൽ കുഴപ്പമില്ല, നമ്മുടെ അടുത്ത വീട്ടിലെ ആളുടെ കൊച്ച് ഇന്ത്യൻ പ്രസിഡന്റ് ആകുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു എൻ്റെ കൊച്ചിങ്ങനെ കിടക്കണോ, ആ കൊച്ചിങ്ങനെ ഇത്രയായി ഇങ്ങനെ ഒരു അത്. പക്ഷേ അങ്ങനെയല്ല, നമുക്കിടെ അടുത്തുള്ള ഒരു ഏറ്റവും ഉയർച്ചയും വന്നാൽ നമുക്കതിൻ്റെ ഭയങ്കര അനുഗ്രഹമാണ്. ഇന്നയാളുടെ വീടിൻ്റെ അടുത്താണ് നമുക്ക് മൊത്തം ഒരു അഭിവൃദ്ധിയാണ്. അപ്പോൾ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ കടക്കാരുടെ ആട്ടോ. അപ്പം എനിക്ക് എന്ത് സുഖമാണെന്നറിയാമോ? ഞങ്ങളുടെ അടുത്തുള്ള പട്ടരുമടം എന്ന് പറഞ്ഞ തൊടുപുഴ കടയുണ്ട്, എറണാകുളത്ത് കടയുണ്ട്, അവരെല്ലാം ബിസിനസ്സുകാരാണ്. എൻ്റെ വീടിൻ്റെ ചുറ്റും അതാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, പട്ടരുമടത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് നിയറായിട്ട് എൻ്റെ ഒരു ഗമയോടുകൂടിയാണ് ഞാൻ പറയണേ. അപ്പം ഇങ്ങനെ ആരപ്പുഴയാട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം നമുക്കത് അവർക്ക് അതുള്ള കാരണമല്ലേ, അത് കാരണം എനിക്ക് എളുപ്പമില്ല പറയാൻ. അപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാവരും സമാധാനത്തിലും സന്തോഷത്തിലും നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞേക്കണം. നിൻ്റെ സുഹൃത്തിനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. കാര്യമൊക്കെ എന്തെങ്കിലും അല്ല, ഈ ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കൂലേ, ശത്രു ആരാ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ടിങ്ങനെ കിടന്ന് ഉറ്റ സുഹൃത്തായിരിക്കും, പിന്നെ അകന്ന്, പിന്നെ എന്തേലും ഒരു വാക്ക് തർക്കം, ഒന്നിലെ സഹോദരങ്ങൾ തമ്മിൽ എന്ത് ശത്രുത, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തൊക്കെ, കൂട്ടുകാർ തമ്മിൽ അങ്ങനെ ഭയങ്കര അടുപ്പമുള്ളവരാണ്. എന്തേലും പറഞ്ഞ് വഴിതെറ്റി അങ്ങനെ ശത്രുവാകണം. അപ്പം ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് ദൈവം പറഞ്ഞേക്കണേ. അത് നിസ്സാര കാര്യം, ചുമ്മാ ബോധമില്ലായ്മയിലും പൊട്ടത്തരങ്ങളിലും പറ്റണതാണ്. അപ്പം നമുക്ക് ആരോടും വിദ്വേഷവും വേണ്ട, ഒന്നും വേണ്ട. അവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കണത്. അവർക്കെല്ലാം അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ശത്രുത്വവും മാർക്കോളും. നമുക്ക് മനസ്സും ഫ്രീയാണ്. ഈ വല്ലവരോടുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ കലിയൊക്കെ വന്നിട്ട് എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പം ദേഷ്യം, കലി, ഇങ്ങനത്തെ ഇത് തന്നെ പിശാചിൻ്റെ സ്വഭാവമാണ്. അപ്പം നമുക്കതൊന്നും വേണ്ട. സമാധാനത്തിൻ്റെ യേശുവെ വേഗത്തിൽ പിശാചിനെ കാലിന് ചൂട്ടിലിട്ട് ചവിട്ടി മെതിക്കണേ. ആമേൻ പറഞ്ഞ് ആ വിശ്വാസത്തിൽ നമുക്ക് എല്ലാം ലോകത്തെ നേടാം. ആ പിശാച് കൊണ്ടുവരുന്ന ചിന്തകളും പ്രവൃത്തികളും ഒക്കെ മരിക്കട്ടെ. നമ്മളെപ്പോഴും പ്രത്യാശയുള്ളവരായി നമ്മളൊരു വിശുദ്ധ മന്ദിരമായിട്ടിരിക്കണം. നമുക്ക് അനുഗ്രഹം വേണം. 2024 നമുക്ക് വേണ്ടുപോയ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ. നമ്മുടെ മക്കളുടെ കല്യാണങ്ങൾ, നമുക്കുടെ വീട് വെക്കേണ്ടവർ, ജോലി കിട്ടേണ്ടവർ, അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളില്ലേ. അത് നടക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ പ്രായത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് വീട് കിട്ടണമെങ്കിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട് കിട്ടാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് വീട് കിട്ടും. അങ്ങനെയാണ് യേശു എന്ന് പറഞ്ഞാൽ മതസ്ഥാപകനല്ല. ബൈബിളിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആ യേശുവിൻ്റെ പുറകെ നടന്ന ആ മനുഷ്യരെ ഇങ്ങനെ ശിഷ്യന്മാരെ പറഞ്ഞെന്നുള്ളൂ. യേശു സ്ഥാപിച്ചിട്ടില്ല. ജനിച്ച മതത്തിൽ നിന്ന് തന്നെ യേശുവിനെ പുറത്തിയടിച്ചത്. ഇങ്ങനെ അല്ല, പുറത്തിയടിക്കുകയല്ല, അവരാണല്ലോ യേശുവിനെ കൊന്നത്. അപ്പോൾ മതത്തിൻ്റെ ആളായിട്ടല്ല, യേശുക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ, നമ്മളെ വഴി കാണിച്ചു തരാൻ വന്നേക്കണേ. നമ്മൾ വന്ന് ആ സ്വർഗീയ പിതാവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഭൂമിയിലെ സാഹചര്യങ്ങളെ വഷളായിപ്പോയ നമ്മളെ ആ വഷളത്വ സ്വഭാവങ്ങളെല്ലാം മാറ്റി പഴയ ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിനോടൊപ്പാക്കി ആ നിഷ്കളങ്കരും വിശുദ്ധരും നിർമ്മലരും ആക്കി നമ്മളെ തിരിച്ച് സ്വർഗീയ പിതാവിൻ്റെ അടുത്ത് എത്തിക്കാനുള്ള ദൗത്യവുമായിട്ട് വന്ന. അപ്പം നമ്മൾ ആ വഷളായിപ്പോയ നമ്മൾ തന്നെ ചിന്തിച്ച് നിർമ്മലീകരിച്ച് നമ്മുടെ മനസ്സിനെയൊക്കെ ശുദ്ധമാക്കി നമുക്ക് തിരിച്ചവിടെ എത്തണ്ടേ? ഇവിടെയൊക്കെ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മതിയോ? നമ്മൾ ഇനിയിപ്പോൾ ചിലർ മരിച്ചു കഴിഞ്ഞ് സ്വർഗമുണ്ടോ, ദൈവമുണ്ടോ? ഇല്ലെങ്കിൽ പോട്ടെ, ഇല്ലെന്ന് വെച്ചോ. ഞാനുണ്ടെന്നാട്ടോ വിശ്വസിക്കണം പൂർണ്ണമായിട്ടും. ഇനിയിപ്പം നിരീശ്വരവാദിക്ക് ഇല്ലെന്ന് വെച്ചോ. എന്നാലും ആ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭൂമിക്കൊരു അനുഗ്രഹമായിട്ട് നിൽക്കട്ടെ.
സുഹൃത്തുക്കൾക്ക് നല്ലതായിരിക്കും, കൂടപ്പറപ്പുകൾക്ക് നല്ലതായിരിക്കും. യേശുവിൻ്റെ ആ വചനം കേൾക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന മനുഷ്യരെ ആരെ സ്നേഹിക്കാത്ത? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിഷ്കളങ്കനും വിശുദ്ധനും നിർമ്മലനുമായ മനുഷ്യനെ ലോകത്ത് ആർക്കും ഇഷ്ടമല്ലാത്ത, അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവനെ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പം നമ്മളൊരു നല്ല മനുഷ്യനായാൽ തന്നെ ഭൂമിക്ക് അനുഗ്രഹമാകും. അപ്പോൾ നമ്മൾ ജീവിച്ചാലും ക്രിസ്തുയേശുവിൽ ജീവിക്കുക, മരിച്ചാലും ക്രിസ്തുയേശുവിനോട് കൂടെ. ഒരു വചനം വായിച്ചു തുടങ്ങാവേ. അത് പ്രധാനപ്പെട്ട വചനമാണ് കേട്ടോ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ് നമ്മളെ സൃഷ്ടിച്ചേക്കണ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ വസിക്കാനാണ്. അപ്പോൾ എല്ലാവരും പറയില്ല, ചിലപ്പോൾ ഒരു ശൂന്യത തോന്നുമോ? എന്താണെന്നറിയാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ ഫില്ലാക്കാത്ത കാരണം ശൂന്യത തന്നെ എല്ലാ മനുഷ്യർക്കും ഉള്ളിലുണ്ട്. ദൈവത്തിന് വസിക്കേണ്ട ആ സ്ഥലം ഗ്യാപ്പായിട്ട് കിടന്നാൽ ഭയങ്കര പ്രശ്നമാണ്. ആ ഗ്യാപ്പ് അങ്ങനെ കിടക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് എനിക്ക് പൂർണ്ണത തന്നെ. എനിക്ക് ദൈവം ഇങ്ങനെ ഒത്തിരി താലന്തും കഴിവും തന്നിട്ടുണ്ട്. ആ കഴിവ് ആക്റ്റീവ് ആകണത് ദൈവത്തിൻ്റെ ആത്മാവ് ഇനി വരുമ്പോൾ മാത്രം ആ കഴിവ് ആക്റ്റീവ് ആകുമായിരിക്കും, പക്ഷെ നിലനിൽപ്പുണ്ടാവില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ശാശ്വതമായ നിലനിൽപ്പിനാൽ ആ കഴിവും ആകും, അത് നിലനിൽക്കും. അപ്പോൾ നമ്മളെല്ലാവർക്കും കഴിവുണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ ദൈവം ഉണ്ടാക്കി സൃഷ്ടിച്ചിട്ട് ആരും മോശക്കാരനല്ല. എല്ലാവരും നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ ആ കൊച്ചു സുന്ദരി, ഈ കൊച്ചു സുന്ദരി, നമ്മൾ എല്ലാവരും നല്ല സുന്ദരിയായിട്ട് ദൈവം സൃഷ്ടിച്ചേക്കണേ. ഒന്ന് ചിരിച്ചിട്ട് കണ്ണാടി നോക്കിക്കുക, ദൈവത്തിൻ്റെ ആ മോച്ചായ കാണാൻ പാടില്ലേ? നമ്മൾ ദേഷ്യപ്പെട്ട് അലറി പിടിച്ച് കണ്ണാടി നോക്കിയാൽ പിശാചിൻ്റെ മുഖവും കാണാം. അപ്പോൾ ദൈവം വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ് നമ്മുടെ നാവും നമ്മുടെ ശരീരങ്ങളും. ദൈവത്തിൻ്റെ ഓരോ അവയവങ്ങളും ദൈവനാമം മഹത്വപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ കൈകൾ കൊണ്ട് അനേകരെ സഹായിക്കേണ്ട കൈകളാണ്. നാവും അനേകരൊക്കെ സമാധാനം സന്തോഷം കൊടുക്കേണ്ട നാവാണ്. നമ്മുടെ ഉത്തരവാദിത്വത്തെ പറ്റി നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതിന് പകരം കലഹം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ ഈ നാവ് വിനിയോഗിക്കുമ്പോൾ ദൈവദോഷം നമുക്ക് സംഭവിക്കും. എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്നു ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം അപ്പം നമ്മുടെ മന്ദിരത്തെ നമ്മൾ നശിപ്പിക്കാൻ നോക്കരുത്. ഇത് നമ്മുടെ അല്ല, ദൈവത്തിന് വസിക്കാനുള്ള ആ ഉത്തരവാദിത്ത ബോധത്തിൽ എപ്പോഴും നമുക്ക് 2024 നേരിടാം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഒരു കല്യാണ കൊച്ചിൻ്റെ മേക്കപ്പിൻ്റെ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എയർ ബ്രഷ് ചെയ്യുമ്പോൾ ചിലർക്ക് പറയും ഭയങ്കര പുട്ടിയിട്ട പോലെ പറയരുത്, പക്ഷേ കൊച്ചിന് നൈസായിട്ട് അടിച്ചാൽ മതി. അപ്പോൾ കൊച്ചു പറയാ, ചേച്ചി എയർ ബ്രഷ് എൻഗേജ്മെൻറ്റിന് പേടിച്ചിട്ട് അത് പറഞ്ഞു. അത് ഇങ്ങനെ പലരുടെയും കണ്ടിട്ടുണ്ട്. എയർ ബ്രഷ് അതിന് ഇഷ്ടമാണെങ്കിലും ഭയങ്കര പുട്ടിയിട്ട പോലെ വരും. അത് കാരണം ചേച്ചി എനിക്ക് എയർ ബ്രഷ് വേണ്ടെന്ന് പറഞ്ഞു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ തലേദിവസം ഒന്ന് അടിച്ചു നോക്കിയേക്കാം, മോക്കെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ പിറ്റേ ദിവസം മതിയില്ല, പ്രധാനപ്പെട്ട ദിവസമല്ലേ. അപ്പോൾ അങ്ങനെ കല്യാണത്തിന് ആ കൊച്ചിൻ്റെ എയർ ബ്രഷ് അടിച്ചു തലേദിവസം. അപ്പോൾ കൊച്ചു പറയാ ദൂരം ഇങ്ങനെ വേർത്ത് ഓടി നടന്നിട്ടും മേക്കപ്പ് പോയിരുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട് എയർ ബ്രഷിന്. അപ്പോൾ സൂപ്പർ ഒരു ഫിനിഷിങ്ങും കിട്ടും. ഒരു ഇങ്ങനെ നമ്മൾ ഈ വീടായാലും പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മെഷീൻ കൊണ്ടുവന്ന് പെയിൻ്റ് അടിക്കില്ലേ, ഇങ്ങനെ ജനലൊക്കെ അന്നേരം ഒരു ഭയങ്കര ഫിനിഷിങ് അല്ലേ വാതിലും ഒക്കെ. അല്ലാണ്ട് അടിക്കുമ്പോൾ ആ ബ്രഷിൻ്റെ വര വന്ന പോലെ ഇങ്ങനെയൊന്നും മുഖത്തൊന്നും വരില്ല. എയർ ബ്രഷ് പക്ഷേ ഒത്തിരി നല്ലതൊക്കെയാണ്. അപ്പോൾ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ആ മോക്കാക്കി കളറൊക്കെ ഇച്ചിരി കുറവായിരുന്നു, പക്ഷെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ മോക്ക് പിന്നെ അതിൻ്റെ കളർ തന്നെ മതിയെന്നായിരുന്നു പറഞ്ഞത്. നമ്മളെ ഇങ്ങനെ ഭയങ്കര തന്നെ വെളുപ്പിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മേക്കപ്പ് ഒന്ന് കാണുക. മേക്കപ്പ് ചെയ്യാനുള്ളവർ ഇപ്പം ആ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമോ ഹെയർ സ്റ്റൈല്. ഇപ്പോൾ ഇത് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനെ കെട്ടിയാൽ മതി. എനിക്ക് എന്ത് സിമ്പിളാണെന്ന് അറിയാം. അപ്പോൾ എല്ലാ പിള്ളേർക്കും അവനവന് ഇഷ്ടമുള്ളത് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അത് കെട്ടി നോക്കും അവർക്ക് ചേരുമോ എന്ന്. അപ്പോൾ ചേരണത് അതിൻ്റെ മുഖത്തിന് കെട്ടിയിട്ട് ചേരുമെങ്കിൽ നേരത്തെ ട്രയൽ നോക്കും കിട്ടും. അപ്പോൾ കല്യാണം ഒരുങ്ങാനുള്ളവരും എല്ലാം പോലെ ഹെയറിൻ്റെ കരാട്ടിനും ഹെയർ ലാസിങ്ങും എല്ലാവരും ഇപ്പോൾ ചെയ്തിരുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം നമുക്കിപ്പോൾ റീയടിക്കാൻ കണ്ടമാനം ഒരുപാട് നമ്മൾ നേരത്തെ ചെയ്തേക്കണെല്ലാം എല്ലാവരും പറഞ്ഞ ഒരേ വാക്കാ, മുടി ചെയ്തിട്ട് നന്നായിട്ട് തലേന്ന് കിളുത്തു തന്നെയുണ്ട്. അപ്പോൾ അത് കാരണമാണ്. അത് ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്ത്
മൾട്ടി വിറ്റാമിനും കഴിക്കാൻ ഞാൻ എപ്പോഴും ഫോഴ്സ് ചെയ്യട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള ഒത്തിരി പേരെന്നെ കണ്ടായിരുന്നു കേട്ടോ. ചിരിക്കേണ്ടതൊക്കെയായിരുന്നു, വീഡിയോ കണ്ടവരായിരിക്കും. ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അവരോടൊന്നും പോയി മിണ്ടാൻ പറ്റിയില്ല, ഭയങ്കര ക്യൂ. ഒരു ഇങ്ങനെ ഷേണായി ഡോക്ടർ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയാണ്ട് സ്തുതിച്ച് ആരാധിക്കും. നമുക്ക് ഈ തന്നേക്കണേ ആരോഗ്യം ഓർത്ത് എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. തന്ന നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ അവിടുന്ന് എനിക്ക് തന്നപ്പോൾ എനിക്ക് തിരിച്ചു വന്നാൽ മതി, ബുക്ക് ചെയ്തിട്ടല്ലോ എന്ന് ഓർത്തോണ്ട് എൻ്റെ ദൈവമേ എന്തോരം പേരെ നടക്കാനൊക്കെ പാട്. ഇവിടെ ഒരസുഖമില്ല എന്നെ കണ്ടാലേ. അപ്പോൾ എപ്പോഴും നീർക്കെട്ടെന്ന് പറഞ്ഞു പോകും. നീർക്കെട്ടെന്ന് പറഞ്ഞൊരു അസുഖമില്ലെന്ന ഡോക്ടറോട്. നീര് വെക്കണ്ടോ? ഇല്ല. പിന്നെ നീർക്കെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ കഴുത്ത് തിരിക്കാൻ പറ്റില്ലാണ്ട് ഇടയ്ക്ക് ഒരു എന്തൊക്കെ. എൻ്റെ ദൈവമേ, അവിടെ അസുഖമില്ലാണ്ട് എന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഏതായാലും ഇനി പോണില്ലെന്ന് ഓർത്തപ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് കുറേ കാശുമായി, റിസൾട്ട് മേടിക്കാൻ ചെല്ലണല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിന് അവർ പറയണ മെയിൻ എനിക്ക് D3 കുറഞ്ഞു പോയതായിരിക്കും. അത്രയും പല്ലപ്പടിയും കംപ്ലൈൻറ്റ് വന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു. സത്യം എല്ലാ പല്ലും റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് D3 കുറയുമ്പോൾ മുടിയെല്ലാം പൊട്ടി, മുടി വൈറ്റ് ഹെയർ ആയിരുന്നു, പൊട്ടിയില്ലായിരുന്നു. എൻ്റെ വൈറ്റ് ഹെയർ പെട്ടെന്ന് വന്നു, അങ്ങനെയൊക്കെ വരും. അപ്പം നമ്മൾ ഓർക്കുക D3 ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുല്ലായിട്ട് കൊടുക്കുമോ. D3 എന്നാ ടെസ്റ്റ് ചെയ്യാനാണ്? ഞാൻ വെയിൽ കൊള്ളണ്ടല്ലോ. എവിടെ വെയിൽ കൊള്ളണല്ലോ? ഇളം വെയിൽ ആര് കൊള്ളണം? അപ്പം D3 ടെസ്റ്റ് ചെയ്യണ കാര്യം മറക്കരുത്. ഡോക്ടറെ കാണുക. അസുഖം ഉണ്ടെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞ് മുടി പൊട്ടുവാണെങ്കിൽ നമുക്കിടെ ആരോഗ്യ ആദ്യം സ്റ്റാർട്ടിങ്ങാണ്. അപ്പം തന്നെ അതിന് പരിഹാരം കണ്ടാൽ നമ്മുടെ ഉള്ളിലും നല്ലതാണ്. ഇതൊക്കെ ഒന്നും മൈൻഡ് ചെയ്യാണ്ടിരുന്ന ഉള്ളിലത്തെ അവയവത്തിനൊക്കെ ഡ്രൈനെസ്സും ഇതൊക്കെ ബാധിച്ച് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആരോഗ്യം ദൈവം തന്നെ ആരോഗ്യത്തിന് എന്ത് വിലയേറിയതായിട്ട് കരുതണം. ദൈവത്തിന് എത്ര സ്തുതിച്ച് ആരാധിക്കണം. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ ഓർക്കുക, എൻ്റെ ദൈവമേ ആരോഗ്യം തന്നതിന് എത്ര സ്തുതിക്കണമെന്ന്. അപ്പോൾ ആരോഗ്യത്തിനൊക്കെ സ്തുതി സ്തോത്രം പറഞ്ഞ് എപ്പോഴും നന്ദിയുള്ളവരാകുക. തന്ന അവസ്ഥ, ആരോഗ്യം ഉണ്ടല്ലോ, ജോലി എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, പണിയെടുത്ത് ജീവിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് സ്തുതിക്കുക, തന്ന നന്മ ഓർക്കുക. അതിൻ്റെ പുറകെ സർവ്വ നന്മയും ബിംബടെ ആയിക്കോളും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ സർവ്വ നന്മയും ബിംബടെ ആയിക്കോളും. മനസ്സ് അറിഞ്ഞ് തരാത്തതിനെ ഓർത്ത് പരാതി പറയേണ്ടത്. നമ്മുടെ ഉള്ളിലല്ലേ ദൈവം ഇരിക്കണേ. എന്തൊക്കെ തരാത്ത എപ്പോഴൊക്കെ തന്നെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും അറിയാം. നമ്മളെ സ്വന്തം മക്കളെ ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാണെന്നല്ലേ നമ്മുടെ ആഗ്രഹം. ദൈവത്തിനും അതുപോലെയാണ്. നമ്മുടെ മക്കളല്ലേ ഏറ്റവും ഉന്നതിയിൽ ഞാൻ എത്തണമെന്ന ദൈവത്തിന് ആഗ്രഹം. അങ്ങനെ ഓരോ സൃഷ്ടി അങ്ങനെയാണ് ദൈവം പദ്ധതി ഇട്ടങ്ങനെ. അപ്പോൾ മുടി കരാട്ടിൻ ചെയ്യുന്നവരുണ്ട്, ഹെയർ ലാക്സിങ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കരാട്ടിനൊക്കെ ഒത്തിരി പേര് ആദ്യത്തെക്കാളും കൂടുതൽ കരാട്ടിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. കരാട്ടിനാകുമ്പോൾ എപ്പോഴും അതൊരു കവറിങ്ങാണ്, മുടിക്കൊരു കവറിങ് കൊടുക്കണുള്ളൂ, നോ കെമിക്കൽ. ആ കുറേ കഴിയുമ്പോൾ ഒരു 5-8 മാസം കിട്ടണ്ടെന്നാട്ടോ എല്ലാവരും പറയാം. 8-9 മാസം ആകുമ്പോൾ ആണ് ഇപ്പോൾ റീയടിക്കാൻ വന്നത്. കരാട്ടിൻ്റെ ആയാൽ പോലും കരാട്ടിനാകുമ്പോൾ എല്ലാ മുടി ഒരുപോലെ ഇരുന്നോളും. ചുരുണ്ട മുടിക്കാരൊക്കെ കരാട്ടിൻ ചെയ്യണതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണേ. ഹെയർ ലാക്സിങ് ചെയ്ത മുടി ഇതേ വണ്ടി ചെയ്തതേ കണ്ടോ ഇങ്ങനെ ഇരിക്കും. തലേന്ന് കിളുത്തുവൻ ഇത് വെട്ടി പോണം വരെ ഇങ്ങനെ ഇരിക്കും. തലേന്ന് കിളുത്തുവന്നത് നോർമലായിരിക്കും. അപ്പോൾ നമുക്ക് അത് കെമിക്കലാണെന്ന് പറഞ്ഞാലും വലിയ സോപ്പ് പോലെ അത്രയൊക്കെ ഉള്ളൂ. ഒരു പേൻ പോലും ചാവൂല. ഇതുകൊണ്ടൊന്നും മുടിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാവരും നേരെ പോലെ, അതുപോലെ ഫേഷ്യലായാലും ഇപ്പം നമ്മുടെ സെർനൈറ്റിൻ്റെ ഫേഷ്യൽ എൻ്റെ പൊന്നെ അത് ചോദിച്ചു വരാനേ ആൾക്കാർക്ക് നേരമുള്ളൂ. അതിൻ്റെ ക്ലീനപ്പും അതിൻ്റെ ഫേഷ്യലും ഭയങ്കര ഗുഡ് റിസൾട്ടാട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വന്ന് ഫേഷ്യൽ ചെയ്യുമോ ഇതൊക്കെ ഒന്ന് നോക്കാം. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാം, ഒരു പ്രാവശ്യം. എന്നിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഒരു പ്രാവശ്യം നമ്മളെല്ലാ കാര്യം പറയുമ്പോഴും പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല. ആദ്യത്തെ പ്രാവശ്യം എപ്പോഴും അപ്പുറത്ത് തുണിക്കടയിലായാലും കുർത്ത ഇട്ടു നോക്കെന്ന് പറയും. ഒറ്റ പ്രാവശ്യം നമ്മുടെ കുർത്ത ഇടിക്കുമ്പോൾ അവരത് കംഫോർട്ടെങ്കിൽ പിന്നെ വരും. നമ്മൾ ഒരു പ്രാവശ്യം എല്ലാം നിർബന്ധിക്കാവുള്ളൂ. അവർ അതറിയണില്ലോ. അതുപോലെ മുടിയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ സുഖം കിട്ടിയാൽ പിന്നെ നമ്മൾ എന്നും ചെയ്യും. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ഞാൻ നിർബന്ധിച്ചു ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം നിരനിരയായിട്ട് പോരും. അപ്പോൾ ഈ തുടർന്ന് വീഡിയോസ് എല്ലാം കാണാം. അപ്പോൾ എല്ലാവരും യേശുപുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ. ഹെയർ ലാക്സിങ് ആട്ടോ ചെയ്യാൻ പോണേ. മുടി ഇങ്ങനെ കാണുമ്പോൾ വലിയ അതിമനോഹരമൊന്നും അല്ലല്ലോ. ഇത് ഇനി ചെയ്ത് കഴിയുമ്പോൾ യേശുവിൻ്റെ കൃപ പരസ്യത്തിന് വല്ലണ പോലെ ആകും കേട്ടോ. ആ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. മുടി ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാൽ നമ്മുടെ മേക്ക് ഓവർ തന്നെ ഭയങ്കര, നമുക്ക് തന്നെ കോൺഫിഡൻസ് കൂടും. നമുക്ക് തന്നെ ഒരു എന്ത് അതിമനോഹരമായിട്ട് നമ്മളെ കാണുമ്പോൾ തന്നെ തോന്നും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ മുടി ചെയ്തിടും. അപ്പോൾ മുടി ഇങ്ങനെ ചെയ്തിടുക. പിന്നെ ഇത് കഴുകുമ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഹെയർ ലാക്സിങ്ങാണ് ചെയ്തേക്കണം. ഇപ്പോൾ കണ്ടോ ആവശ്യത്തിനുള്ളുണ്ട്.
മുടിയൊന്നും ഇട്ട് ശ്രദ്ധിക്കാത്ത ആളാട്ടോ. ഇനിയിപ്പോൾ ശ്രദ്ധിക്കാനെല്ലാം ഒരു ക്ലാസ് എടുത്ത് വിടണം. ഇങ്ങനെ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ വേണ്ട മുടിയുടെ ഉള്ളുമായി. നമുക്ക് ഇപ്പം ഈ മുടിയും കൊണ്ട് ബസ്സിൽ കയറാൻ പറ്റൂല, പാർപ്പറക്കും ഇങ്ങനെ. പിന്നെ അറ്റം ചുരുണ്ട് കയറുന്ന മുടിയില്ലേ, ഈ സോഫ്റ്റ് ഹെയറിന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ 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 ഉരുണ്ട് കയറും ഇങ്ങനെ. അപ്പം അങ്ങനത്തെ പ്രോബ്ലം ഉള്ള മുടിയാണ്. അപ്പം ഇനി ട്രീറ്റ് ചെയ്തിട്ടാൽ ഇങ്ങനെ അങ്ങ് കിടന്നോളും. പിന്നെ ഇനി ഞാൻ പറഞ്ഞു ഈ തവണ ഹെയർ ലാസിങ് ആണെങ്കിലും അടുത്ത തവണ കരാട്ടും ചെയ്താൽ മതി. ഇങ്ങനെ കളറൊക്കെ ചെയ്യണ മുടിയാണ്. അപ്പോൾ ഇനി അടുത്ത തവണ കരാട്ടും ചെയ്താൽ മതി. ഇടയ്ക്ക് കരാട്ടും ചെയ്ത് കൊടുക്കണം, എന്നാലും അല്ലെങ്കിൽ അടുപ്പിച്ച് കെമിക്കലൊക്കെ ചെയ്താൽ കൊള്ളൂല. ആദ്യം ഇത് വെർജിൻ ഹെയർ ആണ്, ഇതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. അത് കാരണമാണ് ഈ ഫസ്റ്റ് ടൈം ഹെയർ ലാസിങ് ചെയ്യാന്ന് വെച്ചാൽ. അപ്പം ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം ഞാൻ പറയുന്നത് കൂടി വന്നാൽ ബാക്കിൽ നിന്ന് നോക്കിയാൽ 30 വയസ്സ് 32 ഇത്രയൊക്കെ തോന്നിക്കും. എവിടെ കിട്ടും ഇങ്ങനെ പ്രായം കുറയാനുള്ളൊരു മാർഗവും? മുഖം കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കില്ല. മുഖം ഫേഷ്യലുകൾ ചെയ്യണം, വിറ്റാമിൻ ഗുളികകൾ കഴിക്കണം, എല്ലാം ചെയ്ത് നമുക്ക് ഓരോ ഇങ്ങനെ വർഷം കൂടുന്തോറും നമ്മൾ ദൈവം തന്നതിനെ പരിപാലിച്ച് വിലയേറിയതായിട്ട് കരുതി നമ്മുടെ അവയവങ്ങളെ കുറ്റം പറയാണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ പല്ല് കൊള്ളൂല, ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പല്ലപ്പടിയും പോയി. ദൈവം തന്നതാ, നമുക്കടെ ഒന്നുമല്ല, എല്ലാം നല്ലത്. എനിക്ക് കളറില്ല അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. നമ്മൾ നമ്മുടെ സ്വന്തം അല്ല, ദൈവം സൃഷ്ടിച്ചേക്കണം യേശുവിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കാൻ. അപ്പം നമുക്കതിനെ കുറ്റം പറയാൻ യോഗ്യതയൊന്നുമില്ല. അപ്പോൾ എപ്പോഴും നമ്മളതിനെ പരിപാലിക്കണം. ദൈവം വസിക്കണ വിശുദ്ധ മന്ദിരമാണ്, എന്നെ സൃഷ്ടിച്ചേക്കണ ദൈവമാണ്, എനിക്ക് ഈ മുടി തന്നേക്കണതും എല്ലാം ഞാൻ നന്നായിട്ട് നോക്കണമല്ലോ, എൻ്റെ സ്കിന്ന് ആരോഗ്യം എല്ലാം ഞാൻ പരിപാലിക്കണമല്ലോ. ഇതൊക്കെ എപ്പോഴും ശ്രദ്ധയോടുകൂടി, ദൈവം തന്നതിനോട് കാശ് കൊടുത്തു വെച്ചാൽ ഒന്നും ആവില്ല. പക്ഷെ എന്നാലും നമ്മളൊന്ന് ഈ ബുദ്ധിയും ദൈവം തന്നാലോ, ഈ ഹെയർ ലാസിങ് ഒക്കെ കണ്ടുപിടിക്കാൻ ഇതിനെല്ലാം ബുദ്ധി തന്നത് ഒരാൾക്ക് കൊടുത്തത് നമുക്കൂടെ കൂടി ഇങ്ങനെ പ്രയോജനപ്പെടാനാണ് ദൈവം കൊടുത്തത്. അപ്പോൾ ദൈവം കണ്ടപ്പോൾ ആവശ്യം മുടിയായി. ഇച്ചിരി അറ്റമൊക്കെ ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇപ്പോൾ വെട്ടാൻ പറഞ്ഞാൽ വെട്ടൂല തനത്താനൊക്കെ. അപ്പോൾ നമ്മൾ വെട്ടാൻ കിട്ടുമ്പോൾ ഇച്ചിരി അങ്ങ് വെട്ടിക്കളയും, പെട്ടെന്ന് നീണ്ടോളും. ഇത് പെട്ടെന്ന് നീളണ മുടിയാണ്, ഉള്ള അധികം വെക്കില്ലെന്നുള്ളൂ. നീളും പണ്ട് പോലെ അങ്ങനെയല്ലേ, ഒത്തിരി ഉള്ളു വെക്കില്ല. ഇങ്ങനത്തെ മുടിക്ക് ഒത്തിരി ഉള്ളു വെക്കില്ല, പക്ഷെ മൊത്തത്തിൽ സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ കുഴപ്പം ഈ ഉരുണ്ടുകാരിലൊരു പ്രശ്നമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടിയേച്ചാൽ മതി. ഇനിയിപ്പം ഇവിടെ നല്ല ഉള്ളുണ്ട്, ഇങ്ങോട്ട് ഉള്ളു കുറവാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഡ്രിം ചെയ്താൽ. എല്ലാവരുടെയും ഒരു സംശയം കേട്ടോ. ഇവിടെ വന്ന പിള്ളേർ എപ്പോഴും പറയും, അമ്മമാർ പറഞ്ഞു മുടി വെട്ടി നീ ഇതിൻ്റെ മുടി കളഞ്ഞു. വെറും തെറ്റിദ്ധാരണയായിട്ട് ഈ ആണുങ്ങൾ എല്ലാ മാസം പോയി മുടി വെട്ടിയിട്ട് അവരുടെ മുടി പോവുകയാണോ? നമുക്ക് ആരോഗ്യം പോകുമ്പോൾ മുടിയും നഖവും എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ മരിച്ചാൽ പോലും മുടി നഖം ഏതാണ്ട് ഇത്ര സെക്കൻഡിലൂടെ ഇങ്ങനെ നീളുമെന്നൊക്കെയല്ലേ പറയണത് അങ്ങനെ. അപ്പം നമുക്ക് മുടിയും നഖവും വളർന്നില്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലമാണ്. അമ്മമാരുടെ ബദ്ധശ്രദ്ധയ്ക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാ പിള്ളേരും പറയും എന്നെ കൊണ്ടുവന്ന് അവരുടെ അമ്മേനെ കാണിക്കണമെന്ന്. മുടി വെട്ടിയാലേ വളരുള്ളൂ. അപ്പോൾ ഈ കൊച്ചു പിള്ളേരുടെ മുടി വടിക്കണേനെത്തിനാ, എന്നാൽ പിന്നെ അവർക്ക് മുടി ഉണ്ടാകാണ്ടിരിക്കാൻ വളരെ 2-3 പ്രാവശ്യം വടിക്കണേയൊക്കെ ഓർക്കണല്ലേ. മുടി വെട്ടും തോറും വളരുന്ന സംഭവം. അയ്യോ എൻ്റെ മുടി അവർ വെട്ടിയിട്ട് പോയി, ചുമ്മാ പൊട്ടത്തരങ്ങളിലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറയല്ലേ പിള്ളേരും. അതൊക്കെ അത് കേട്ട് വിശ്വസിക്കുന്ന പിള്ളേർ ഒന്നും പറയണ്ട. ഇങ്ങനെയൊക്കെ ഒന്നുമല്ല, നമ്മൾ കോമൺ സെൻസിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പോൾ ഇതുപോലെ മുടിയൊക്കെ ഉള്ളവരൊക്കെ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ട് ചെയ്തു തരാൻ പെട്ടെന്ന് ഇങ്ങനെ പോരെ. ശരിയെന്ന് ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ മുടി വല്ലതും ഉണ്ടോ? ഇനി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യുക. ഇത് കെരാട്ടിനാണ് ചെയ്യണത്. കെരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കെരാട്ടിൻ്റെ പേര് തന്നെയാട്ടോ ഈ നാനോപ്ലാസ്റ്റിയ ബയോട്ടാനിസ്. നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസിനാണ് ഏറ്റവും അപ്ഡേറ്റ് പ്രൊഡക്റ്റാണ്. വിത്ത് നോ കെമിക്കൽ എന്നാട്ടോ അവർ പറയണേ. അപ്പം കൊച്ചു പിള്ളേർക്കും ചെയ്യാം, പ്രഗ്നൻസിയിലൊക്കെ ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ലെന്ന് അവർ പറയണേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കൊണ്ട് ഒരു 5-40 വാഷ് എന്നൊക്കെയാണ് പറയണത്. ഇങ്ങനെ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കവറിങ്ങുള്ളൂ, കഴുകുമ്പോൾ പോകും. പിന്നെ എല്ലാ മുടി ഒരുപോലെ ആകും. അങ്ങനെ ഒരു ഗുണമുണ്ട്. തലേന്ന് കിളുത്ത് വന്നതും എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പോൾ ചുരുണ്ട മുടിക്കാർക്കൊക്കെ ഏറ്റവും അധികം നല്ലത് കരാട്ടിൻ. ഇച്ചിരി കാശ് കൂടുമെന്നുള്ളൂ. ആർക്ക് ചെയ്താലും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും എനിക്കിഷ്ടം കരാട്ടിൻ ചെയ്യണതാണ്. കാരണം കുറേ കഴുകി കഴിയുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. മറ്റേ തലേന്ന് കിളുത്ത് വന്ന ഡിഫറൻസ് അറിയുമല്ലോ. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ അതിമനോഹരമായി പരസ്യത്തിന് വെല്ലണ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യാൻ. കണ്ടോ ആ മുടിയാണോ ഇത്? ആദ്യം കണ്ട മുടി കണ്ടപ്പോൾ വല്ലതും തോന്നും, മുടിയില്ല എന്നുള്ള ദുഃഖം. ഇപ്പം മുടിയില്ലെന്നുള്ള ദുഃഖം വേണ്ടല്ലോ. പരസ്യത്തിൽ കിടക്കണ പോലെ കിടക്കണം. അതീവ മനോഹരമായി ദൈവകൃപയാൽ. അപ്പോൾ ഇനി ആഫ്റ്റർ കെയർ മൾട്ടി വിറ്റാമിനും ഒക്കെ കഴിച്ച് ആഫ്റ്റർ കെയറൂടെ യൂസ് ചെയ്ത തലേന്ന് നിറച്ച് മുടി ഉണ്ടായിക്കോളും.
അപ്പോൾ നമ്മൾക്ക് മുടി എന്നുള്ള പ്രോബ്ലം അത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രതീകം കേട്ടോ. ഈ മുടി നമ്മുടെ ഹെൽത്തും നമ്മൾ ശരിക്കും നോക്കണം. മൾട്ടി വിറ്റാമിനൊക്കെ ചെല്ലുമ്പോൾ ഹെൽത്ത് നന്നാകും. അതല്ല ഫുഡ് നമ്മൾ ഇലക്കറി ഇതൊക്കെ പച്ച കളറുള്ള ഫുഡ് കഴിച്ചാൽ മുടി ഒത്തിരി ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് ആരോഗ്യത്തിനെ പരിപാലിക്കുമ്പോൾ നമുക്ക് മുടിയും ഉണ്ടാകും കേട്ടോ. ആരോഗ്യമുള്ളവർക്കേ മുടിയുള്ളൂ. അപ്പോൾ മുടീനെയൊക്കെ നോക്കുക, ദൈവം തന്നതിനെ വിലയേറിയതായിട്ട് കാണുക. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. മുടിയൊക്കെ കുറഞ്ഞു പോയാൽ നമുക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കും. അപ്പോൾ യങ് ലുക്ക് തോന്നിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രായം കുറവ് തോന്നിക്കണ്ടേ. അപ്പോൾ ഈ കൊച്ചിന് ആദ്യം കണ്ടതാണോ ഇത്? അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായില്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോരെ മുടിയൊക്കെ ചെയ്യാം. ഈ മുടി കണ്ടോ, ഈ മുടി ഹെയർ ട്രീറ്റ്മെൻറ്റിന് വന്നതാണ്. ഇത് ഹെയർ റിലാക്സിങ് ആട്ടോ ചെയ്യാൻ പറഞ്ഞേക്കണേ. ലോങ് ആണ്, ഹെയർ റീ അടിക്കാൻ വന്നേക്കണതാണ്. ലോങ് ആയിട്ട് കിടക്കണം. ഇത് ഈ ഹെയർ റിലാക്സിങ്ങിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, റീ അടിച്ചാലാണ് അതിൻ്റെ ഭംഗിയിൽ കിടക്കുകയുള്ളൂ കേട്ടോ. കുറേ നാളിപ്പോൾ അതേ മേള് കണ്ടോ, 5-6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ തലേന്ന് കിളുത്ത് വരാൻ നോർമൽ വരും. ഇങ്ങനെ വരണ്ടെങ്കിൽ നമ്മൾ കരാട്ടും ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇത് ഹെയർ റിലാക്സിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ തലേന്ന് കിളുത്ത് വന്ന് മാത്രം റീ അടിക്കുകയുള്ളൂ കേട്ടോ, ചെയ്ത മുടി ചെയ്യണ്ട. അപ്പോൾ ഇത് പക്ഷേ തല നിറച്ച് മുടി ദൈവകൃപയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ അടുത്ത് തന്നെ ചെയ്തിട്ട് പോയവരാണ്. അവരുടെ സന്തോഷം കൊണ്ട് നമ്മുടെ അടുത്തായിട്ട് തന്നെ വന്നതാണ്. മുടി തല നിറച്ചുണ്ടായിട്ടുണ്ട്. അത് ആഫ്റ്റർ കെയർ ഇത് നമ്മൾ പറയണ എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ആർക്കും പിന്നെ മുടി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. മുടി ഉണ്ടാകാനുള്ള നമുക്കറിയാവുന്ന എല്ലാ വിദ്യയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്നും ഒളിച്ചു വെക്കാണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിനാ വെല്ലണ പോലെ ഇനി മുടിയിരിക്കുമെന്ന്. അപ്പം കണ്ടില്ലേ, അതീവ മനോഹരമായിട്ടിരിക്കണം കണ്ടില്ലേ. അപ്പോൾ അതേ കണ്ടോ, ലോങ് ആയിട്ട് നല്ല മുടിയാണ്. അപ്പോൾ റീ അടിച്ച് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ റീ അടിച്ച് ഇങ്ങനെ ചെയ്തു വരുമ്പം ചുരുളിമ വന്നില്ല കേട്ടോ. പിന്നെ മുടി നോക്കുമ്പോൾ വളഞ്ഞിട്ട് കാര്യമില്ല. അവരെന്നെ ആയാലും നിവർത്തുമെന്ന് ഓർത്താൽ എന്താണോ, പിന്നെ തലേന്നേ നിവർന്നാൽ വന്നെ. കുറേ പ്രാവശ്യം കഴിയുമ്പോഴത്തേനും നോർമലാവും. പിന്നെ ഒരു 2-4 പ്രാവശ്യം ഹെയർ റിലാക്സിങ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് കരാട്ടും ചെയ്യണം, നല്ലതാണ്. അപ്പം മുടിക്ക് ഡ്രൈനെസ്സൊക്കെ ഉണ്ടാകാണ്ടേ മുടീനെ ഒന്ന് ഇങ്ങനെ നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ ഇത് പിന്നെ ഏറ്റവും സൗകര്യങ്ങളാണ്. നമുക്ക് മുടി ഇങ്ങനെ എന്തെങ്കിലും കാണിക്കാമെങ്കിൽ പിന്നെ ഒരു ഡ്രസ്സും എടുത്തിട്ടാൽ പിന്നെ എന്നാ പക്ഷേ ലിപ്സ്റ്റിക്ക് ഇട്ടോ കണ്ണൊന്ന് എഴുതി മേക്കപ്പായി. അപ്പോൾ പിന്നെ ഇതാണ് മുടിയാണ് ഏറ്റവും എല്ലാവർക്കും പ്രോബ്ലം. പിന്നെ മുടിയുടെ ആരോഗ്യം നോക്കണം എന്നുള്ളത് ഏറ്റവും മസ്റ്റാട്ടോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സൗന്ദര്യത്തിന് വലിയ കോട്ടം തട്ടും. ദൈവം തന്നെ എല്ലാം വലുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാവരും പെട്ടെന്നിങ്ങനെ പോരെ. ശരിയെന്നാ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് ഒന്നാണ്. ഇതിവിടെ തന്നെ നേരത്തെ ചെയ്ത ഹെയർ റിലാക്സിങ് ചെയ്ത മുടിയാണ്. ഇപ്പോൾ നന്നായിട്ട് നിറച്ചൊക്കെ മുടി ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ റീ അടിക്കാൻ വരുന്നവർക്ക് മുടിയുടെ ഉള്ളൊക്കെ വയ്ക്കുമെന്ന് പറഞ്ഞില്ല. അത് ഇവിടെ വരെ 10 മാസമായെന്നാണ് പറഞ്ഞത്. ഇവിടെ വരെ എത്തി, ഇവിടെ വരെ വളർന്നു. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ തല നിറച്ച് മുടി ഉണ്ടാകും എന്ന് ഇത് ചെയ്താലും ആൾക്കാർക്ക് മുടി ഉണ്ടാകും എന്നുള്ളത്. ആഫ്റ്റർ കെയർ ഡോക്ടർ യൂസ് ചെയ്യുന്നില്ലേ? മൾട്ടി വിറ്റാമിൻ കഴിക്കണ്ടോ? വിറ്റാമിൻ കഴിക്കേണ്ടതെന്ന് സംശയമാക്കാം. കഷ്ടപ്പെട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു സംശയമുണ്ട്. ഇടയ്ക്ക് മറന്നു പോകുക. ദൈവത്തിനറിയാം, മിക്കവാറും ഇടയ്ക്കുമല്ലോ ഒന്ന് കഴിച്ച് കാണാം. കണ്ടിട്ട് മുടിയുടെ വിറ്റാമിൻ കഴിച്ച ലക്ഷണമൊന്നുമില്ല. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യേണ്ടെന്ന് തോന്നുന്നു. കാരണം നേരത്തെ ഫ്രിസി ഭയങ്കര ചുരുണ്ട മുടിയല്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ഇപ്പം അത്രയും ചുരുണ്ട് വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ വലിയ ചുരുളിമയില്ല. അത് ആഫ്റ്റർ കെയറിൻ്റെ ഗുണമാട്ടോ. ഇവിടെയൊക്കെ ഇപ്പോഴും ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റായിട്ടാണ് കിടക്കണേ. ഇവിടെ പൊട്ടലൊക്കെ കുറഞ്ഞു വന്നേക്കണേ. പക്ഷേ ആ കൊച്ച് വിറ്റാമിൻ ഗുളിക അപ്പടിയും കഴിച്ചിട്ടുള്ള അതേ പൊട്ടലൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഫ്രഷ്നെസ് ഒത്തിരി കുറഞ്ഞു. അത് നമ്മുടെ ആഫ്റ്റർ കെയറിൻ്റെ ഒക്കെ കേട്ടോ. അപ്പോൾ എപ്പോഴും എല്ലാം പറയണം കേൾക്കണം. വിറ്റാമിൻ ഗുളികയും കഴിക്കണം, ആഫ്റ്റർ കെയറൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പണ്ടത്തെ നമുക്ക് എന്തോരം മുടി ഉണ്ടായിരുന്നു ആ ലെവലിലേക്ക് വരും. പനങ്കൾ തന്നെ ഉണ്ടാവും. ഇപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഹലോ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഹെയർ റിലാക്സിങ്ങാണ് ചെയ്തത്. പക്ഷേ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഭയങ്കര അത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടങ്ങനെ ആയിരുന്നല്ലോ. റീ അടിക്കാൻ വന്നാലോ. പക്ഷെ കരാട്ടും വേണം ഈ മുടിക്ക്. ഇത്ര ഡ്രൈ ആട്ടോ. ഡ്രൈ എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഡ്രൈയാണ്. ഇങ്ങനെ നിവരാൻ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഞാനും അയൺ ചെയ്യാൻ കൂടി എന്നിട്ട് ഇങ്ങനെ നല്ല പാടാണ്. പിന്നെ ഇച്ചിരി നല്ല ഇവിടെ ഇങ്ങനെ കുറേ മുടി വന്നിട്ടൊക്കെ ഉണ്ട്, നിറച്ച് വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ഡ്രൈനെസ്സാണ്. ആശാത്തി ആഫ്റ്റർ കെയർ ശരിക്കും യൂസ് ചെയ്തില്ല കേട്ടോ. ഇച്ചിരി ഇടയ്ക്ക് മടി വെക്കുന്നു. അവർ UK ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇച്ചിരി ആ മാതം കാണിച്ചു. പിന്നെ അതുപോലെ നമ്മൾ മൾട്ടി വിറ്റാമിൻ കുറേ കഴിക്കണം.
നമ്മൾ ആ ഓർക്കുമ്പോഴൊക്കെ ഇച്ചിരി കഴിക്കും. പിന്നെ അങ്ങനെ ഫുഡും ഒക്കെ കറക്റ്റായി എല്ലാം വന്നം. ഇനി അടുത്ത തവണ കരാട്ടം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സോഫ്റ്റ് ആവും. ഇപ്പോഴും സോഫ്റ്റ് ആട്ടോ. ഇത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനൊക്കെ നല്ല പാടുപെട്ടു എന്നുള്ളത് കേട്ടോ. എൻ്റെ മുടി പോലെയാണ്, എൻ്റെ മുടി ഇങ്ങനെയാണ്. ഈ ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. ഡ്രൈ വെച്ച് ഒരു മുടിക്ക് ഇങ്ങനെ കട്ടിയുള്ള മുടിയില്ലേ, അങ്ങനത്തെ മുടി എൻ്റെ ഭയങ്കര ഡ്രൈ ആയിരിക്കും അങ്ങനത്തെ മുടി. അത് തന്നെ ഈ കൊച്ചിൻ്റെ മുടി, എൻ്റെ മുടിയുടെ കൂട്ട്. അപ്പോൾ അത് യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിൽ കാണുന്ന പോലെ ആയില്ലേ. പിന്നെ കൊച്ച് നന്നായിട്ട് സിറം തേച്ച് വിടും കേട്ടോ. നന്നായിട്ട് സിറം തേച്ചാണ് ആശാത്തി ഇതെല്ലാം ഒതുക്കണത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ ട്രീറ്റ് ചെയ്തിരുന്ന കാരണം സൗകര്യം ഇങ്ങനെ കൊണ്ടുകിടക്കാൻ എൻ്റെ പൊന്നെ. അല്ലെങ്കിൽ ഭയങ്കര പാടാ, ചെടയൊക്കെ പിടിക്കും. ഇത് പിന്നെ ചെടയൊന്നും ഇപ്പോൾ പിടിക്കില്ല ട്രീറ്റ് ചെയ്തിട്ടേക്കണം. കാരണം ഇവിടെയൊക്കെ നല്ല തിക്നെസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിക്നെസ്സിൽ ഇങ്ങനെ തലേന്ന് ഒത്തിരി കിളുത്ത് വന്നിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞത് ഇവിടം വരെ. അങ്ങനെ അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കൊച്ചിനെ ഇഷ്ടപ്പെട്ടിട്ടാലോ കൊച്ച് റീയടിക്കുക. കൊച്ചിൻ്റെ വിചാരം കരാട്ടും ചെയ്താൽ 6 മാസം കഴിയുമ്പോൾ കൊച്ച് വരില്ല, വർഷത്തിലൊരിക്കലല്ലേ വരുള്ളൂ. അപ്പോൾ കരാട്ടും ചെയ്താൽ കൊച്ചിന് 6 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്താം. 5-8 മാസമൊക്കെ ആഫ്റ്റർ കെയറിലൊക്കെ നിൽക്കുക. 1 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ചെയ്താൽ മതിയായിരുന്നു. അതിനിപ്പോൾ അടുത്ത വർഷം പറഞ്ഞ് ചെയ്യിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറന്നുപോകും ആളെ കാണുമ്പോൾ. അപ്പോൾ ഇങ്ങോട്ട് പറയണം, കരാട്ടിന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സൊക്കെ കൊടുത്തു വിട്ടേക്കുവാക്കുന്നു. അങ്ങനെ കൊച്ചിനെ അവർത്താൻ പറ്റിയതാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല. ഇത് 2ാമത്തെ ട്രിപ്പ് ഹെയർ റിലാക്സിങ് ചെയ്തേക്കണം. അത് കാരണം കുഴപ്പമില്ല. 3-4 പ്രാവശ്യമൊക്കെ ഹെയർ റിലാക്സിങ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഡ്രൈ ആവും, ഇങ്ങനെ ഡ്രൈനെസ് വരും. പക്ഷെ കരാട്ടിന് ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ ഇത് ചെയ്തിടുമ്പോൾ ഇപ്പോൾ ഈ കൊച്ചു പറയുക എൻ്റെ ദൈവം എന്ത് സൗകര്യമാണ്. എല്ലാ മനുഷ്യർക്കും അതെ. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് മുടിയും പൊങ്ങി അങ്ങനെ എങ്ങനെ എന്ത് ചെയ്യാലും പിന്നെ നമ്മുടെ ചിന്ത അതാ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഗുണം എന്നാ വെച്ചാൽ നമുക്ക് നമ്മുടെ മേക്കപ്പ് കോൺഫിഡൻസ് അതൊക്കെ ഭയങ്കര ചേഞ്ചാട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ ഹെയർ മേക്ക് ഓവർ ഭയങ്കര കറക്റ്റായി കിട്ടും. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ഉള്ളവർ ഇങ്ങനെ പോരാ. ഇത് കഴിയുമ്പോൾ നമ്മളോർക്കും ഈ വാഷിംഗ് മെഷീനൊക്കെ മേടിക്കില്ല വീട്ടിലെ തുണി അലക്കാനൊക്കെ. അപ്പോൾ ഇല്ലെങ്കിൽ മെസ്സി ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അതുപോലെ തന്നെയാണ് ഞാൻ ഓർക്കും മുടി ട്രീറ്റ് ചെയ്യാണ്ട് എങ്ങനെ ജീവിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചുമ്മാ കാണിച്ചാൽ മതി, ചെയ്യുക പോലും വേണ്ട. ഇങ്ങനെ സുഖ വഴി അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക്. കുറേ കഴിയുമ്പോൾ എല്ലാവരും ഇത് ചെയ്യും. ഇത് ചെയ്യാത്തൊരു മനുഷ്യൻ പോലും കാണില്ല. പ്രായം ഇതൊന്നും നോക്കില്ല. പ്രായം ചെന്നവരല്ലേ ചെയ്യട്ടെ, അന്നേരമല്ലേ മുടിയൊക്കെ പൊട്ടണേ. ഇവരൊക്കെ ചെറുപ്പക്കാരാട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ആരോഗ്യമൊക്കെ എല്ലാം കണക്കാം അതിൻ്റെയാണ്. അപ്പോൾ ശരിയെന്ന് മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയാണ് അതിമനോഹരമായി ചെയ്തു തരാൻ പെട്ടെന്ന് ഇങ്ങനെ പോരെ. അശ്വതി കൊച്ചിൻ്റെ എൻഗേജ്മെൻ്റ് ആട്ടോ. യേശുവിൻ്റെ കൃപയാൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും കൊച്ച് അതീവ സുന്ദരിയായിട്ട് യേശുവിൻ്റെ കൃപയാൽ ഒരുങ്ങണ കാഴ്ച കാണാം. പിന്നെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജനുവരിയിലാണ് കല്യാണം. അപ്പോൾ മനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. അശ്വതി കൊച്ചിൻ്റെ മേക്കപ്പ് കഴിഞ്ഞ് മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? അപ്പം നല്ല ഐഡിയാസ് ഉള്ള കൊച്ചാട്ടോ. കൊച്ച് നല്ല ഡിസൈൻ ചെയ്തതാണ്. നല്ല സൂപ്പറല്ലേ. കാര്യം എൻജിനീയറൊക്കെ ആണെങ്കിലും നല്ല ഡിസൈനറാണ്. എൻജിനീയറിംഗ് അല്ലേ? അല്ല സോറി, ഞാൻ എൻജിനീയറിംഗ് ആണ് ഓർത്തു. ബാൻഡസ്റ്റ് കോച്ചിങ് പഠിക്കാൻ പറഞ്ഞപ്പോൾ എൻജിനീയർ ഓർത്താം. അപ്പോൾ അതേ നോക്കി നല്ല നല്ല സൂപ്പറായിട്ട് കൊച്ച് ഡിസൈൻ ചെയ്ത് എല്ലാം കൊച്ചിൻ്റെ സെലക്ഷനാണ്. ഡ്രസ്സിൻ്റെ കളറും ഇതൊക്കെ നല്ല രസമുണ്ട് അല്ലേ? അപ്പോൾ മുടി എല്ലാ പാറ്റേണും കൊച്ച് കാണിച്ചു തന്നാൽ നമ്മൾ ചെയ്തെന്നോടെ. മുടി മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വയ്ക്കാൻ കൊച്ചു പറഞ്ഞു, നമ്മൾ ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ലേ? അപ്പോൾ ഇങ്ങനെ അതീവ മനോഹരമായി ദൈവകൃപയാൽ യേശുവിൻ്റെ കൃപയാൽ ഒരുങ്ങാൻ ഇങ്ങനെ പോരെ. അശ്വതിക്കുട്ടിയുടെ കല്യാണം ആട്ടോ. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞായിരുന്നു. തലവസ്ഥ ഇന്നലെ കഴിഞ്ഞു. ഇന്ന് കല്യാണത്തിന്റെ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ മേക്കപ്പ്? അത് നോക്കി ഒത്തിരി ഐഡിയാസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈസിയാണ് മേക്കപ്പ്. ഇന്ന പോലെ ഹെയർ സ്റ്റൈല്, ഇന്നത് ഏറ്റവും അപ്ഡേറ്റ് കണ്ട ഒന്നും തോന്നില്ല. ഒരു നാടൻ പെൺകൊച്ച. ഞാൻ പോലും ഞെട്ടി. മേക്കപ്പിന്റെ ഏറ്റവും ഈസഡ് ആ കൊച്ചിനറിയാം. എല്ലാം നമുക്ക് ഇന്ന പോലെ ചെയ്യും. എനിക്ക് എന്ത് സുഖാന്നറിയാമോ? ഇന്ന പോലെ പൂ വെച്ചാൽ മതി. അതിൻ്റെ കുറേ പിക്ചേഴ്സ് കാണിക്കും. എല്ലാം
അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് കിട്ടുമ്പോൾ നമുക്ക്, പക്ഷെ അവർക്ക് നല്ല വിവരാട്ടോ. അപ്പം നമ്മൾ അതനുസരിച്ച് ഓർത്തോണം. എന്നെക്കാളും വിവരമുള്ളതോരോ എല്ലാ അപ്ഡേറ്റ് മേക്കപ്പിൻ്റെ അറിയാം. അപ്പോൾ അതൊരു ഭാഗ്യമാട്ടോ. ഒത്തിരി യേശുരാൻ കഴിവ് കൊടുത്തേക്കണം കൊച്ചാ. ഒത്തിരി ഞാൻ പറയുന്നത് ജോലി നോക്കാണ്ട് ഫാഷൻ ഡിസൈനിങ് നന്നായിട്ട് അറിയാം, മേക്കപ്പിൻ്റെ അറിയാം, സകല കലയിലും ദൈവം അനുഗ്രഹിക്കില്ലേ. അതൊക്കെ ഇനി പ്രയോജനപ്പെടുത്തുമായിരിക്കും. കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഇതാകുമ്പോൾ അതൊക്കെ തന്നെ കഴിവുകൾ വരും. നിങ്ങളപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേരേട്ട. കല്യാണം ഈ മോക്കും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, സമാധാനം, സന്തോഷം, സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം, ആത്മീയ ദൈവജനത തലമുറ ജനിക്കാനൊക്കെ പ്രാർത്ഥിക്കണേ. അപ്പോൾ ശരി എന്നാ.